ചേച്ചി എന്താ പറയുന്നത്? ശിവ പറഞ്ഞത് കേട്ട് രുദ്ര ഞെട്ടലോട് ചോദിച്ചു. പറയാം, എല്ലാം പറയാം. എല്ലാം കേട്ട് കഴിയുമ്പോൾ നിനക്ക് നമ്മുടെ അച്ഛനെ കൊല്ലാൻ പോലും തോന്നിയെന്ന് വരാം. ശിവ പറഞ്ഞതും രുദ്ര അവളെ സംശയത്തോടെ നോക്കി. എൻ്റെയും ആസിക്കയുടെയും കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രഗ്നൻ്റായി. അന്ന് വലിയ സന്തോഷമായിരുന്നു. പുതിയ ഒരാൾ കൂടി വരുന്നു എന്നറിഞ്ഞു. അങ്ങനെ സന്തോഷത്തോടെ ഞങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചെകുത്താനെ പോലെ നമ്മുടെ അച്ഛൻ്റെ കടന്നുവരവ്. ആ വരവിൽ എനിക്കും ആസിക്കാക്കും നഷ്ടമായത് എൻ്റെ കുഞ്ഞിനെയായിരുന്നു, എൻ്റെ മാതൃത്വമായിരുന്നു. പറയുമ്പോൾ ശിവയുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേച്ചി, തെളിച്ചു പറ. പറഞ്ഞു വരുവാ. അങ്ങനെ ഒരു ദിവസം ചെക്കപ്പ് കഴിഞ്ഞ് വരുന്ന വഴി ആസിക്ക മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് വാങ്ങാൻ നിർത്തി. എന്നെ കാറിലിരുത്തിയാണ് പോയത്. പെട്ടെന്ന് എനിക്ക് വോമിറ്റ് ചെയ്യാൻ തോന്നി പുറത്തേക്കിറങ്ങി. ആ നിമിഷം തന്നെ ഒരു ടോറസ് വന്ന് എന്നെ ഇടിച്ചിട്ടിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു പോയിരുന്നു. പിന്നെ കണ്ണ് തുറന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ആ ആക്സിഡൻറ്റിൽ എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്തു. ഇനി ഞാൻ ഒരിക്കലും അമ്മ ആകില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതി. അതിനേക്കാളെല്ലാം എന്നെ വേദനിപ്പിച്ചത് ആ ടോറസ് ഓടിച്ചത് നമ്മുടെ അച്ഛനായിരുന്നു എന്നറിഞ്ഞപ്പോഴാണ് മോളെ. പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രുദ്രയെ കെട്ടിപ്പിടിച്ച് ശിവ പൊട്ടിക്കരഞ്ഞു. എന്നാൽ ഇതെല്ലാം കേട്ട് രുദ്ര തറഞ്ഞു നിന്നുപോയി. ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത കാര്യം കേട്ട അവസ്ഥയായിരുന്നു രുദ്രയ്ക്ക്. ആസിക്കയുടെ അന്വേഷണത്തിൽ നിന്ന് അച്ഛനാണ് വണ്ടി ഓടിച്ചതെന്ന് അറിഞ്ഞത് ആക്സിഡന്റ് നടന്ന സ്ഥലത്തെ ഒരു ടെക്സ്റ്റൈൽസിലെ CCTV ചെക്ക് ചെയ്തപ്പോഴാണ് അത് മനസ്സിലായത്. അച്ഛനെ കൊല്ലാൻ പോയത് ആസിക്ക. ഞാൻ കരഞ്ഞ് കാലു പിടിച്ചതുകൊണ്ട് മാത്രമാണ് ആ ദുഷ്ടൻ ഇന്നും ഈ ഭൂമിയിലുള്ളത്. അല്ലെങ്കിൽ അന്നേ അയാൾ തീർന്നേനെ. ശിവ ദേഷ്യത്തോടെ പറഞ്ഞു. പക്ഷേ നമ്മുടെ അച്ഛൻ്റെ മനസ്സിൽ എന്നെ കൊല്ലാനുള്ള പക ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അച്ഛൻ്റെ വാക്ക് കേട്ട് ജീവിക്കണം നമ്മൾ. അന്ന് അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോനെ ഒരു ബന്ധം കൊണ്ടുവന്നു. അതിനെ എതിർത്ത് ആസിക്കയുടെ കൂടെ ഇറങ്ങിയത് തെറ്റ് തന്നെയാണ്. പക്ഷേ നമ്മുടെ അച്ഛൻ്റെ സ്വഭാവം മനസ്സിലാക്കിയപ്പോൾ മനസ്സിലായി ഞാൻ ചെയ്തത് ശരിയാണ് എന്ന്. ഇതെല്ലാം മുകളിലിരിക്കുന്ന ഒരാൾ കാണുന്നുണ്ട്. എല്ലാം അനുഭവിച്ച് മുകളിലേക്ക് പോകുക അയാൾ. ശിവ ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോൾ തന്നെ എന്തോ നിലത്ത് വീണുടയുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി. അവിടെ ദേഷ്യത്തോടെ നിൽക്കുന്ന മാലിക്കിനെ കണ്ട് ശിവ ഞെട്ടിത്തറഞ്ഞു നിന്നു. അവൻ ശിവയുടെ അടുത്തേക്ക് നടന്നു വന്നു. എന്താ ഇത്ത ഞാൻ കേട്ടത്? അവൻ വലിയ ശബ്ദത്തോടെ അലറി. അത് മാലി, നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഞാൻ നിന്റെ കാലു പിടിക്കാം. ശിവ സങ്കടത്തോടെ പറഞ്ഞു. വേണ്ട ഇത്ത, ഒന്നും പറയണ്ട. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. സ്വന്തം മോളാണെന്ന് മറന്നല്ലേ അയാൾ ഇതെല്ലാം ചെയ്തത്. ഇതിനുള്ളത് ദൈവമല്ല, ഈ മാലിക്ക് കൊടുക്കും അയാൾക്കുള്ള ശിക്ഷ. മാലിക് അത്രയും പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു. ശിവ അവൻ്റെ പുറകെ ഓടി മുന്നിലേക്ക് കയറി നിന്നു. മാലി പ്ലീസ്, വേണ്ടടാ, ഒരു പ്രശ്നം വേണ്ട. നീ ഒന്ന് അടങ്ങ്, ഞാൻ നിന്റെ കാല് പിടിക്കാം. ശിവ അവൻ്റെ കാൽ പിടിക്കാൻ ഒരുങ്ങിയതും അവൻ ശിവയെ തടഞ്ഞു. ശിവയെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി. ഇത്ത എന്തീ കാണിക്കുന്നേ? ഇപ്പോൾ ഞാൻ അയാളുടെ അടുത്തേക്ക് പോകാൻ പാടില്ല, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ഞാൻ പോകുന്നില്ല. മാലിക് അത് പറഞ്ഞ് ദേഷ്യത്തോടെ റൂമിലേക്ക് കയറിപ്പോയി. അവൻ എത്ര ശ്രമിച്ചിട്ടും അവൻ്റെ ദേഷ്യം കുറക്കാൻ കഴിഞ്ഞിരുന്നില്ല. ചേച്ചി എന്തിനു തടയാൻ പോയ മാലികയെ? രുദ്ര ദേഷ്യത്തോടെ ചോദിച്ചു. അവന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അച്ഛൻ്റെ എല്ല് പോലും ബാക്കി കാണില്ല. ശിവ പേടിയോടെ രുദ്രയോട് പറഞ്ഞു. അയാളെ എനിക്ക് തന്നെ കൊല്ലാൻ തോന്നുന്നുണ്ട്. രുദ്ര ദേഷ്യത്തോടെ ശിവയോട് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞു, ഇനി ഇവിടെ ഈ സംസാരം ഉണ്ടാകരുത്. ശിവ അത് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. മാലിക് നല്ല ദേഷ്യത്തിലായിരുന്നു. ശിവയിൽ നിന്ന് കേട്ട ഓരോ കാര്യങ്ങൾ ഓർത്ത് മാലിക്കിന് ദേവനെ കൊല്ലാൻ പോലും തോന്നി. മാലിക് മുഷ്ടി ചുരുട്ടി ചുമരിലേക്ക് ഒരു പഞ്ച് കൊടുത്തു. അവൻ്റെ കയ്യിൽ നിന്ന് ചോര ഒലിച്ചിറങ്ങി. മാലിക്കിനെ കാണാനായി റൂമിലേക്ക് കയറിയ രുദ്ര കണ്ടത് അതാണ്, അവൻ്റെ കയ്യിൽ നിന്ന് ഒലിക്കുന്ന ചോര. അയ്യോ, ബ്ലഡ്! രുദ്ര അലറിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്ന് കൈ പിടിച്ച് നോക്കാൻ തുടങ്ങി. അവൾ വേഗം അലമാര തുറന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് അവനെ എടുത്ത് വന്നിരുന്നു. ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്ക്. അവൾ അവനെയും കൊണ്ട് കട്ടിൽ ചെന്നിരുന്നു. അവൾ മരുന്നെടുത്ത് അവൻ്റെ കയ്യിൽ വെക്കാൻ തുടങ്ങിയതും മാലിക് കൈവലിച്ചു. മരുന്നൊന്നും വെക്കണ്ട, നീ എഴുന്നേറ്റൊന്ന് എൻ്റെ റൂമിൽ നിന്ന് പോയേ. മാലിക് പറഞ്ഞതും രുദ്ര അവനെ ദേഷ്യത്തോടെ നോക്കി. ഡോ, താൻ ആ കൈ ഇങ്ങോട്ട് തന്നേ. മരുന്ന് വെച്ചില്ലെങ്കിൽ തൻ്റെ കൈ പഴുത്ത് ചീഞ്ഞു പോകും. പിന്നെ തൻ്റെ കൈ കാണാൻ ഒന്നിനും കൊള്ളാതെയാവും. പറഞ്ഞില്ലെന്ന് വേണ്ട. രുദ്ര മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ തന്നെ മാലിക് കൈ അവളുടെ നേരെ നീട്ടി. രുദ്ര ചിരി കടിച്ചു പിടിച്ച് അവൻ്റെ മുറിവ് ഡ്രസ് ചെയ്തു കൊടുത്തു. എന്നിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു. അസു സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്കാണ് അമൻ്റെ ബൈക്ക് അവൻ്റെ മുന്നിൽ വന്ന് നിന്നത്. അമനൊരു ചിരിയോടെ ബൈക്കിൽ നിന്നിറങ്ങി അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. അമനെ കണ്ടതും അസുവിൻ്റെ മുഖം മാറി.
ആ അനിയ, എന്താണ് എന്നെ കണ്ടപ്പോൾ മുഖയൊക്കെ മാറിയല്ലോ? ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ വാപ്പയുടെ രണ്ടാം ഭാര്യയുടെ മകനല്ലേ, അതിൻ്റെയൊക്കെ സ്നേഹം കാട്ടിക്കൂടെ? അമൻ ചെറിയ പരിഹാസത്തോടെ ചോദിച്ചു. അസു അതിന് മറുപടി കൊടുക്കാതെ നടക്കാൻ തുടങ്ങിയതും അമൻ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അങ്ങനെ പോവല്ലേ അനിയ, ഇക്കയൊന്ന് പറയട്ടെ. അസുവിൻ്റെ കയ്യിൽ നഖം അമർത്തിക്കൊണ്ട് അമൻ പറഞ്ഞു. അസുവിന് നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊടിഞ്ഞു. ഓ, അപ്പോഴേക്കും കണ്ണിൽ വെള്ളം വന്നല്ലോ. നീ എൻ്റെ ഒരു കൈക്കില്ല, അത് ഓർമ്മ വേണം. ഇനി എൻ്റെ അനിയൻ്റെ നേരെ നിന്റെ കൈ പൊങ്ങിയാൽ പിന്നെ ഈ കൈയിൽ നിന്ന് വന്ന ചോര നിന്റെ ശരീരത്തിൽ നിന്നും വരും. കേട്ടുട പന്ന മോനെ. അമൻ അസുവിൻ്റെ ചോര പൊടിഞ്ഞ കൈ കാണിച്ചുകൊണ്ട് വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞു. വണ്ടിയെടുത്ത് അവിടെ നിന്നും പോയി. അസു വേഗം വീട്ടിലേക്ക് കയറിയതും അടുക്കളയിലേക്ക് ചെന്ന് ചായ എടുത്ത് കുടിച്ചു. അപ്പോഴാണ് അടുക്കളയിലേക്ക് മാലിക കയറി വന്നത്. ആ, നീ വന്നോ? നിന്റെ കണ്ണെന്താ ഇങ്ങനെ ചുമന്നിരിക്കുന്നേ? കരഞ്ഞോ നീ? മാലിക അവൻ്റെ കലങ്ങിയ കണ്ണ് കണ്ട് ഗൗരവത്തോടെ ചോദിച്ചു. അതൊന്നുമില്ലേക്ക, കണ്ണിൽ പൊടി പോയതാ, അതിൻ്റെയാണ്. അല്ല, ഇത്താത്തമാരെവിടെ? അസു വിഷയം മാറ്റി. അവർ കടയിൽ പോയേക്കുവാ. നീ ഒരു ഗ്ലാസ് ചായ എടുത്ത് എനിക്കെന്താ? മാലിക് പറഞ്ഞപ്പോൾ അസു വേഗം ഒരു ഗ്ലാസ്സിൽ ചായ പകർത്തി മാലിക്കിന് എടുത്തു കൊടുത്തു. മാലിക് അസുവിൻ്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങുമ്പോഴാണ് അവൻ്റെ കയ്യിൽ വേർത്ത് കിടക്കുന്ന നഖത്തിൻ്റെ പാട് അവൻ കണ്ടത്. നിന്റെ കയ്യിൽ എന്താ ഈ പാട്? മാലിക് ചോദിച്ചതും അത് കേട്ട് അസു ഒന്ന് ഞെട്ടി. അത് എന്തോ കടിച്ചതാണിക്ക, അസു തപ്പിക്കൊണ്ട് പറഞ്ഞു. മാലിക് ചായക്കപ്പിൽ സ്ലാബിൽ വെച്ച് അവൻ്റെ കൈ പിടിച്ചു നോക്കി. ഇതെന്തോ കടിച്ചതല്ല, സത്യം പറ അസു. മാലിക് ചെറിയ ദേഷ്യത്തോടെ പറഞ്ഞതും ഇനി അവൻ്റെ മുന്നിലൊന്ന് ഒളിപ്പിച്ചിട്ട് കാര്യമില്ല എന്നറിയാവുന്നത് കൊണ്ട് രാവിലെ നടന്നതെല്ലാം അസു മാലിക്കിനോടായി പറഞ്ഞു കൊടുത്തു. അജിലിനെ ഇടിച്ചതും അത് അവൻ ചോദിക്കാൻ വന്നതും എല്ലാം അവനോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും മാലിക്കിന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. മാലിക് വേഗം മുകളിലേക്ക് ചെന്ന് ജീപ്പിന്റെ കീ എടുത്ത് താഴേക്ക് ഇറങ്ങി വന്ന് ജീപ്പെടുത്ത് അവിടെ നിന്നും പോയി. അസു അവന്റെ പോക്ക് കണ്ട് തലയിൽ കൈവച്ചു നിന്നു. ഇനി എന്തൊക്കെ സംഭവിക്കുമോ എന്തോ ഓർത്ത്. മാലിക്കിന്റെ ജീപ്പ് തസ്ലിം വില്ലയിലേക്ക് പൊടി വളർത്തി വന്നു. മാലിക് ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങി മുണ്ട് മടക്കി കുത്തി വീടിന്റെ ഡോർ ചവിട്ടി തുറന്ന് ഉള്ളിലേക്ക് കയറി. ഹാളിൽ ടി വി കണ്ടു സുറുമിയിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് മാലിക്കിനെ കണ്ടതും അവർ ഞെട്ടി. പിന്നെ ഞെട്ടൽ മാറ്റിവെച്ച് അവനെ ദേഷ്യത്തോടെ നോക്കി. ഡാ, നിന്നോട് ഈ വീടിന്റെ പടി ചവിട്ടരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേടാ, ഇറങ്ങടാ എൻ്റെ വീട്ടിൽ നിന്ന്. സുറുമി ദേഷ്യത്തോടെ പറഞ്ഞു. അത് കേട്ട് ദേഷ്യം കയറിയ മാലിക് അവിടെ ഉണ്ടായിരുന്ന ടി വി വലിച്ചു നിലത്തേക്കിട്ടു. സുറുമി ഞെട്ടലോടെ രണ്ടടി പുറകിലേക്ക് വെച്ചു പോയിരുന്നു. അവന്റെ ദേഷ്യം കണ്ട് അവൾക്കും പേടിയായി. ദേ തള്ളേ, നിങ്ങൾ കെട്ടിയവനോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിച്ചാൽ പ്രായം മറന്ന് എൻ്റെ കൈ നിങ്ങളുടെ മുഖത്ത് പതിഞ്ഞു എന്ന് വരും. എവിടെ നിങ്ങളുടെ ആ പന്ന മോന്? വിളിക്കവനെ, മാലിക് ദേഷ്യത്തോടെ പറഞ്ഞു. താഴെയുള്ള ശബ്ദം കേട്ട് അജിനും അമനും ഇറങ്ങി വന്നു. എന്താ ഇവിടെ പ്രശ്നം? അമൻ ദേഷ്യത്തോടെ ചോദിച്ചു. മാലിക് അവന്റെ അടുത്തേക്ക് നടന്നു വന്ന് അവന്റെ ചെവിക്കല്ല് നോക്കി ഒന്നു കൊടുത്തു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. എന്നിട്ട് അവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. അവൻ നേരെ സോഫയിൽ ചെന്ന് വീണു. മാലിക് അവനെ കോളർ പിടിച്ച് പൊക്കിയെടുത്ത് ഒരു ചുമരിൽ ചേർത്ത് നിർത്തി. അവന്റെ കഴുത്തിൽ നഖങ്ങൾ ആഴ്ത്തി. അവിടെ ചോര പൊടിഞ്ഞ വേദന കൊണ്ട് അവൻ കണ്ണുകൾ ഇറുക്കെ അടച്ചു. ഡാ പന്ന മോനെ, നിന്റെ അനിയനും എൻ്റെ അനിയനും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവർ തല്ലി തന്നെ തീർത്തോട്ടെ. അല്ല, മറിച്ച് അതിൻ്റെ ഇടയ്ക്ക് വേറെ ആരെങ്കിലും വന്നാ മാലിക് വെറുതെ ഇരിക്കില്ല. ഞാൻ ഇടപെടും അതിൽ. എൻ്റെ കൂടപ്പിറപ്പുകളുടെ മേലെ ആവശ്യമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പിന്നെ കൈ വെച്ചവൻ്റെ കൈ അവിടെ ഉണ്ടാകില്ല. മാലിക് ദേഷ്യത്തോടെ അത് പറഞ്ഞ് അജിലിനെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി പുറത്തേക്കിറങ്ങി. ജീപ്പെടുത്ത് അവിടെ നിന്നും പോയി. സുറുമി വേഗം അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു. കഴുത്തിൽ ചോര വരുന്നുണ്ട്, നീ വേഗം പോലീസിനെ വിളിച്ചു പറ. കുറച്ചു ദിവസം ജയിലിൽ പോയി കിടക്കട്ടെ തമ്മാടി. സുറുമി ദേഷ്യത്തോടെ പറഞ്ഞു. വേണ്ട ഉമ്മ, ജയിൽ അവന് ഭാര്യ വീട് പോലെയാണ്. അവനുള്ളത് ഞാൻ തന്നെ കൊടുത്തോളാം, കുറച്ച് ദിവസം കഴിയട്ടെ. അവൻ അത് പറഞ്ഞ് മുകളിലേക്ക് കയറിപ്പോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശനിയാഴ്ച ആയതുകൊണ്ട് അസുവിന് സ്കൂൾ ഉണ്ടായിരുന്നില്ല. ആസിക സ്റ്റേഷനിൽ പോയി. ശിവ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. മാലിക് സോഫയിലിരുന്ന് ടി വി കാണുന്നുണ്ട്. രുദ്രയും അസുവും ഫോണിൽ റീൽസ് കാണുവാണ്. അപ്പോഴാണ് അവർ ഒരു മേക്ക് സീൻ വീഡിയോ കാണുന്നത്. ഒരാളെ ചവിട്ടി പുഴയിലേക്ക് ഇടുന്നതായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അയ്യോ, എന്തുവാ ചെക്കൻ കാണിച്ചത്? വെറുതെ ഇരിക്കുന്ന ചെക്കനെ ചവിട്ടി പുഴയിലിടുന്നു. ശിവ കണ്ണും തള്ളി ചോദിച്ചു. ഇതാണിത്താ മേക്ക് സീൻ, അസു പറഞ്ഞു. മേക്ക് സീന്? അതെന്താ? രുദ്ര അസുവിനോടായി ചോദിച്ചു. അതെത്താ, ഇപ്പോൾ ഒരു സീന് ക്രിയേറ്റ് ചെയ്യണം, അതാണ് മേക്ക് സീൻ, അസു പറഞ്ഞു.
ഓ ആണല്ലേ, എന്നാൽ ഇത് നമുക്കൊന്ന് ചെയ്താലോ? രുദ്ര ചോദിച്ചതും അസു കണ്ണു വിടർത്തി അവളെ നോക്കി. ഞാൻ ഇത്തയോട് അങ്ങോട്ട് ചോദിക്കാൻ വരുമായിരുന്നു. അല്ല, അതിനിപ്പോ എന്ത് സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യും? അസു താടിക്ക് കൈവച്ച് ആലോചനയോട് ചോദിച്ചു. അത് രുദ്രയും ശരിവെച്ച് ആലോചിച്ചു നിന്നു. ഇപ്പൊ എന്താ ചെയ്യാ? രുദ്ര ആലോചനയുടെ ചുറ്റും നോക്കി. രുദ്രയുടെ കണ്ണ് സോഫയിലിരിക്കുന്ന മാലിക്കിന്റെ മേലെ വന്നു നിന്നു. രുദ്രയുടെ കണ്ണുകൾ കുസൃതിയോടെ തിളങ്ങി. നീ വീഡിയോ ഓണാക്കസു, അടിപൊളി സീന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. കണ്ണുറുക്കിക്കൊണ്ട് രുദ്ര പറഞ്ഞതും അസു ഓക്കെ പറഞ്ഞ് വീഡിയോ ഓണാക്കി. ഇവൾ എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന് അസു നോക്കി നിന്നു. രുദ്ര നേരെ സോഫയിലിരിക്കുന്ന മാലിക്കിന് പുറകിൽ നിന്നൊരു തള്ളു വെച്ചു കൊടുത്തു. അപ്പോൾ തന്നെ മാലിക് നിരത്തേക്ക് ഉരുണ്ടു വീണു. അത് കണ്ട് രുദ്ര പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഡീ! അപ്പോൾ തന്നെ മാലിക് വലിയ വായിൽ അലറിയതും രുദ്രയുടെ ചിരി സ്വിച്ചിട്ട പോലെ നിന്നു. ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് മനസ്സിലായ രുദ്ര വേഗം അവിടെ നിന്ന് ഓടി. പുറകെ നിലത്ത് നിന്ന് എഴുന്നേറ്റ് മാലിക്കും. രുദ്ര മുകളിലേക്ക് ഓടി. അപ്പോഴേക്ക് മാലിക് രുദ്രയുടെ മുടിയിൽ പിടിച്ചു വലിച്ചിരുന്നു. അപ്പോൾ തന്നെ രുദ്ര പുറകിലേക്ക് വെച്ച് മാലിക്കിന്റെ നെഞ്ചു തട്ടി നിന്നു. പെട്ടെന്നായതുകൊണ്ട് അവന് ബാലൻസ് കിട്ടിയില്ല. രണ്ടുപേരും കൂടെ സ്റ്റെപ്പിൽ നിന്ന് ഉരുണ്ടുരുണ്ട് താഴേക്ക് വന്നു. രുദ്രയുടെ തല എവിടെയും തട്ടാതിരിക്കാൻ മാലിക് അവളെ തലയിൽ കൈവച്ചിരുന്നു. തിരിച്ച് രുദ്രയും. രണ്ടുപേരും ഇടിഞ്ഞുപൊളിഞ്ഞ് നിലത്തേക്ക് ലാൻഡി. രുദ്രയുടെ ദേഹത്താണ് മാലിക് കിടക്കുന്നത്. അവളിൽ നിന്ന് ഒരേങ്ങൽ ഉയർന്നു. മാലിക് രുദ്രയുടെ കണ്ണുകളിലേക്ക് നോക്കി. ഒപ്പം രുദ്രയും. ഒരു നിമിഷം രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി. പെട്ടെന്ന് രുദ്ര കണ്ണുകൾ മാറ്റിയതും മാലിക് ഞെട്ടിക്കൊണ്ട് അവളുടെ മേലെ നിന്ന് എഴുന്നേറ്റു. അവൻ അവളുടെ മുഖത്ത് നോക്കാൻ ചമ്മൽ തോന്നി. പിന്നെ ചമ്മൽ മാറ്റി അവളോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. ഡി, നിനക്കിത് തലക്ക് വെളിവില്ലേ? മാലിക് ദേഷ്യത്തോടെ രുദ്രയോട് ചോദിച്ചു. രുദ്ര നൈസായിട്ട് അതിലൊന്ന് ഇളിച്ചു കാണിച്ചു. ഇളിക്കുന്ന കണ്ടില്ലേ, ഒറ്റ വീക്ക് വെച്ചു തരും ഞാൻ. മാലിക് കൈ ഓങ്ങിയതും രുദ്ര കണ്ണ് ഇറുക്കെ അടച്ചു. ഒന്നും പറ്റിയില്ല എന്നറിഞ്ഞതും രുദ്രമെല്ലെ കണ്ണു തുറന്നു. ദേഷ്യത്തോടെ മുന്നിൽ മാലിക്കുണ്ട്. എന്തെങ്കിലും പറ്റിയോ? ഞാൻ വെറുതെ തമാശക്ക് ചെയ്തതല്ലേ? ഇളിച്ചു കാണിച്ച് രുദ്ര പറഞ്ഞതും മാലിക് അവളെ തുറിച്ചു നോക്കി. എന്റെ മുന്നിൽ നിന്ന് പൊയ്ക്കോ, അതാ നിനക്ക് നല്ലത്. മാലിക് അലറിയതും രുദ്ര ജീവനം കൊണ്ട് റൂമിലേക്ക് ഓടി. അവളുടെ ഓട്ടം കണ്ട് മാലിക്കിന് ചിരി വരുന്നുണ്ടായിരുന്നു. അവനൊരു ചിരിയോടെ സോഫയിൽ ചെന്നിരുന്ന് ഫോണെടുത്ത് വീണ്ടും നോക്കാൻ തുടങ്ങി. ചേച്ചി, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ മുന്നിൽ ഇപ്പോൾ ഇത് മാത്രമാണ് ശരി. ചേച്ചിയെ നശിപ്പിച്ച ഓരോരുത്തരെയും ഞാൻ വെറുതെ വിടില്ല ചേച്ചി. കൊന്നിട്ടേ എൻ്റെ പക അടങ്ങൂ. കാഞ്ചു കല്യാണിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പകയോടെ പറഞ്ഞു. ഇനി വരുന്ന വെള്ളിയാഴ്ച എൻ്റെ കല്യാണമാണ്. ചേച്ചിയെ നശിപ്പിക്കാനുണ്ടായിരുന്ന കല്യാണുണ്ടല്ലോ, അവനാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത്. പറയുമ്പോൾ കാഞ്ചുവിൻ്റെ കണ്ണിൽ പക ആളി. കാഞ്ചു റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അടിയിൽ അമ്മ ഇരിക്കുന്നുണ്ട്. അവൾ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ മടിയിൽ തലവെച്ച് കിടന്നു. ഞാൻ ചെയ്യുന്നത് തെറ്റാണോ അമ്മേ? കാഞ്ചു അമ്മയോടെ ചോദിച്ചു. ഒരിക്കലുമല്ല, നീയാണ് ശരി. നിന്റെ ചേച്ചിയെ നശിപ്പിച്ചവന്മാരെ നീ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണം. അമ്മ പറഞ്ഞതും കാഞ്ചുവിൻ്റെ ഉള്ളിൽ ആത്മവിശ്വാസം കൂടി.